മൊഡ്യൂൾ 3-ലെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ സെൻട്രിഫ്യൂഗൽ പമ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹെഡ്സ്, അതേപോലെ തന്നെ എഫിഷ്യൻസീസ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഹെഡ്സ് ആൻഡ് എഫിഷ്യൻസീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ആദ്യം നമുക്ക് ഹെഡ്സ് എന്താണെന്ന് നോക്കാം. അതിൽ സെൻട്രിഫ്യൂഗൽ പമ്പുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് സക്ഷൻ ഹെഡ്. സക്ഷൻ ഹെഡ്, ഈ ഹെഡ് എന്നുള്ള വാക്കിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഹൈറ്റിൻ്റെ മറ്റൊരു വാക്കാണ് ഹെഡ് എന്ന് മനസ്സിലാക്കുക. സിമ്പിളായിട്ട് അങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇനി ഈ ഹെഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യക്തമായിട്ട് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ P=ρgh എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യും. ആ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് മനസ്സിലാക്കാം എന്താണ് പ്രഷർ ഹെഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ സക്ഷൻ ഹെഡ് എന്താണെന്നുള്ളത് ആദ്യം പറയാണ്. സക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ ഹൈറ്റ്. ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ ഹൈറ്റ്. എന്താ വെർട്ടിക്കൽ ഹൈറ്റ് പറഞ്ഞാൽ ഇത് ഹൊറിസോണ്ടലാണ്, ഇത് വെർട്ടിക്കലാണ് അല്ലേ. ഇപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഇതാണ് വെർട്ടിക്കൽ. ഓക്കെ, സോ വെർട്ടിക്കൽ ഹൈറ്റ് കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് ദി വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് ദ സെൻറ്റർ ലൈൻ ഓഫ് ദി സെൻട്രിഫ്യൂഗൽ പമ്പ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ സെൻട്രൽ ലൈനിൽ നിന്ന് central line of the centrifugal pump above the liquid surface from which liquid is to be lifted. അതായത് എവിടെ നിന്നാണോ ലിക്വിഡ് പമ്പ് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്നും പമ്പിൻ്റെ സെൻട്രൽ ലൈനിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം, സക്ഷൻ ഹെഡ് എന്ന് വിളിക്കാം. നമുക്കത് ഒന്ന് ഫിഗർ ഉപയോഗിച്ചിട്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ പഠിച്ച സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു ഫിഗറാണിത്. ഈ ഫിഗറിൽ ഈ വാട്ടറിൻ്റെ സർഫസ് മീൻസ് എവിടെ നിന്നാണോ വെള്ളം പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കിണറാണെങ്കിൽ കിണറിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്, അതായത് സമ്പ്. അപ്പോൾ സമ്പിലുള്ള വാട്ടറിൻ്റെ സർഫസ് മുതൽ പമ്പിൻ്റെ സെൻട്രൽ ലൈൻ, പമ്പിൻ്റെ സെൻറ്റർ വരേക്കുള്ള ഈ വെർട്ടിക്കൽ ഹൈറ്റിനെ വിളിക്കുന്നതാണ് സക്ഷൻ ഹെഡ്. സക്ഷൻ ഹെഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് HS എന്ന് ഉപയോഗിച്ചിട്ടാണ്. SHൻ്റെ താഴെ വരണം. ഓക്കെ, സോ ദിസ് ഈസ് സക്ഷൻ ഹെഡ്. അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റുകളും അതിൻ്റെ ടോപ്പിക്സൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ സക്ഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കുക, സമ്പിലെ വാട്ടറിൻ്റെ സർഫസ് മുതൽ പമ്പിൻ്റെ സെൻട്രൽ ലൈൻ വരെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, വെർട്ടിക്കൽ ഹൈറ്റ് നമുക്ക് എന്ത് വിളിക്കാം, വെർട്ടിക്കൽ ഹൈറ്റിനെ സക്ഷൻ ഹെഡ് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ HS. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഒരു ടേമാണ് ഡെലിവറി ഹെഡ്. ഡെലിവറി ഹെഡ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ. ഇതൊരു വെർട്ടിക്കൽ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, രണ്ടും സെയിം ആണ് കേട്ടോ. വെർട്ടിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു, വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറഞ്ഞാലും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഇതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് വെർട്ടിക്കൽ ഇവിടെയും വെർട്ടിക്കൽ ഹൈറ്റ് ആണ്, ഇവിടെയും വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. ഓക്കെ, സോ എന്താണ് ഡെലിവറി ഹെഡ് നോക്കാം. ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻട്രൽ ലൈൻ ഓഫ് ദ പമ്പ് ആൻഡ് ദ ലിക്വിഡ് സർഫസ് ഇൻ ദ ടാങ്ക്. ടാങ്കിലുള്ള ലിക്വിഡ് സർഫസും അതേപോലെ തന്നെ പമ്പിൻ്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് ആക്ച്വലി ഡെലിവറി ഹെഡ്. നോക്കാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ടാങ്കിലെ ഹൈറ്റ് മീൻസ് എന്താ, ഇപ്പോൾ ഈ ഡെലിവറി പൈപ്പിലൂടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ടാങ്ക് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ എന്തുണ്ട്, ടാങ്ക് ഉണ്ട്, ടാങ്കിൽ ലിക്വിഡ് നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ലിക്വിഡിൻ്റെ സർഫസ്. ഈ സർഫസ് മുതൽ പമ്പിൻ്റെ സെൻട്രൽ ലൈൻ വരെയുള്ള ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, വെർട്ടിക്കൽ ഹൈറ്റ് ഉണ്ടല്ലോ, ദിസ് ഈസ് കോൾഡ് ഡെലിവറി ഹെഡ്. ഡെലിവറി ഹെഡ് മീൻസ് എന്താ, ഈ ടാങ്കിലേക്കാണ് പമ്പ് എന്ത് ചെയ്യുന്നത്, സമ്പിൽ നിന്നും ലിക്വിഡ് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാങ്ക് മീൻസ് ഇവിടേക്കാണ് വെള്ളം മീൻസ് ലിക്വിഡ് പമ്പ് ചെയ്യുന്നത്. ഈ ലിക്വിഡ് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിക്വിഡ് എത്തപ്പെട്ട ഈ ഭാഗത്തെ ലിക്വിഡിൻ്റെ ഈ സർഫസ് ഇങ്ങനെ നീട്ടി വരച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വരക്കാം, നമ്മളിങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചു. ഓക്കെ, ഈ സർഫസിൻ്റെ നേരൊക്കെ ലൈന് നീട്ടി വരച്ചു. ഈ ലൈനും വിച്ച് മീൻസ് ഈ സർഫസിൻ്റെ ലൈനും പമ്പിൻ്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് വിളിക്കാം, ഡെലിവറി ഹെഡ് അല്ലെങ്കിൽ HD എന്നുള്ള ടേമായിട്ട് നമുക്ക് ലെറ്ററായിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ എന്ത് ചെയ്യരുത്, അത് മറന്നു പോകരുത്. സക്ഷൻ ഹെഡ് എന്താണെന്ന് മനസ്സിലാക്കി, അതേപോലെ തന്നെ ഡെലിവറി ഹെഡ് എന്താണെന്ന് മനസ്സിലാക്കി. അടുത്തൊന്നാണ് സ്റ്റാറ്റിക് ഹെഡ്. എന്താണ് സ്റ്റാറ്റിക് ഹെഡ്? സ്റ്റാറ്റിക് ഹെഡ് പറഞ്ഞാൽ എന്താ? ദ സം ഓഫ് സക്ഷൻ ഹെഡ് ആൻഡ് ഡെലിവറി ഹെഡ് ഈസ് നോൺ ആസ് സ്റ്റാറ്റിക് ഹെഡ്. അതായത് സക്ഷൻ ഹെഡും ഡെലിവറി ഹെഡും തമ്മിൽ അങ്ങ് സം ചെയ്ത് കഴിഞ്ഞാൽ, കൂട്ടിക്കഴിഞ്ഞാൽ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാറ്റിക് ഹെഡ് എന്ന് വിളിക്കാം. അത് HS എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഫിഗറിൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇതാണ് സ്റ്റാറ്റിക് ഹെഡ്. സ്റ്റാറ്റിക് ഹെഡ് പറഞ്ഞാൽ എന്താ? സക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ്, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഹെഡ്. ഓക്കെ, അപ്പോൾ സക്ഷൻ ഹെഡ് എന്താണെന്ന് മനസ്സിലാക്കുക, ഡെലിവറി ഹെഡ് എന്താണെന്ന് മനസ്സിലാക്കുക, സ്റ്റാറ്റിക് ഹെഡ് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളോട് സ്റ്റാറ്റിക് ഹെഡ് 20 മീറ്റർ എന്ന് പറഞ്ഞു വിചാരിച്ചോ. സ്റ്റാറ്റിക് ഹെഡ് ഈസ് 20 മീറ്റർ. എന്താ മീനിങ്? ഈ മീനിങ് എന്താ? ഈ സമ്പിൽ നിന്നും 20 മീറ്റർ ഹൈറ്റിലേക്കാണ് ഈ പമ്പ് ലിക്വിഡിനെ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് സക്ഷൻ ഹെഡ്. സക്ഷൻ ഹെഡ് മീൻസ് HS ഇസ് ഈക്വൽ ടു 10 മീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായത്? പമ്പ് സമ്പിൽ നിന്നും എത്ര മീറ്റർ ഉയരത്തിലാണ്? 10 മീറ്റർ ഉയരത്തിലായിരിക്കുന്നത്. അതായത് സമ്പിൻ്റെ സർഫസിൽ നിന്നും ഈ സക്ഷൻ പൈപ്പിൻ്റെ ലെങ്ത് എത്ര ഉണ്ടാവും? 10 മീറ്റർ ഉണ്ടാവും. ഇനി നിങ്ങളോട് ഡെലിവറി ഹെഡ് ചോദിക്കാം. ഡെലിവറി ഹെഡ് ഈസ് ഈക്വൽ ടു 15 മീറ്റർ എന്ന് വിചാരിച്ചു. അതിനർത്ഥം പമ്പിൽ നിന്നും നമ്മൾ ടാങ്കിൽ ഫില്ല് ചെയ്തിട്ടുള്ള ലിക്വിഡിൻ്റെ സർഫസ് വരെയുള്ള ഹൈറ്റ് എത്രയാണ്? 15 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 15 മീറ്റർ ഇവിടുത്തെ ടോട്ടൽ സ്റ്റാറ്റിക് ഹെഡ് എന്ത് വരും? 15 + 10 25 വരും. അപ്പോൾ 25 മീറ്റർ ആണ് ഇവിടുത്തെ സ്റ്റാറ്റിക് ഹെഡ് വരിക. ഓക്കെ, ഇവിടെ 20 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്റ്റാറ്റിക് ഹെഡ് എന്താണെന്നുള്ളതും സക്ഷൻ ഹെഡ് എന്താണെന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അടുത്താണ് മാനോമെട്രിക് ഹെഡ്. മാനോമെട്രിക് ഹെഡ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഹെഡ് അഗെയിൻസ്റ്റ് വിച്ച് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഹാസ് ടു വർക്ക്. അങ്ങനെ പറഞ്ഞൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാനിവിടുത്തെ ഈ സ്റ്റാറ്റിക് ഹെഡ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാണ്. സ്റ്റാറ്റിക് ഹെഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു 25 മീറ്റർ എന്ന് വിചാരിച്ചു. അതായത് 25 മീറ്റർ ഉയരത്തിലേക്കാണ് പമ്പ് സമ്പിൽ നിന്നും ലിക്വിഡ് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ലിക്വിഡ് ഈ സക്ഷൻ പൈപ്പിലൂടെ കയറി ഇമ്പല്ലറിൽ റൊട്ടേറ്റ് ചെയ്ത് അത് കേസിങ്ങിലൂടെ ഡെലിവറി പൈപ്പിലൂടെ വേണം 25 മീറ്റർ ഉയരത്തിലേക്ക് എത്താൻ, അല്ലേ? പക്ഷെ നമുക്കറിയാം ഈ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ലോസ് ഓഫ് ഹെഡ് ഉണ്ടാവും. ലോസ് ഓഫ് ഹെഡ് മീൻസ് പൈപ്പിൻ്റെ ഫ്രിക്ഷൻ മൂലം, പവർ ലോസ് മൂലമൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കും, അല്ലേ? നഷ്ടങ്ങൾ സംഭവിക്കും. ഒരു കാരണവശാലും ഈ പമ്പ് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി എന്തിനു വേണ്ടിയിട്ടാണ്? 25 മീറ്റർ ഉയരത്തിലേക്ക് ലിക്വിഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് എനർജി ലോസസ് ഉണ്ടാവും. ഏതൊരു മെഷീൻസിനും എന്ത് ചെയ്യില്ല? 100% എഫിഷ്യൻസി ഇല്ല, നമുക്കറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അവിടെ ലോസസ് സംഭവിക്കും, നഷ്ടങ്ങൾ സംഭവിക്കും. ഓക്കെ, ചിലപ്പോൾ ലീക്കേജ് ഉണ്ടാവും, ലീക്കേജ് മൂലം നഷ്ടം സംഭവിക്കാം. അപ്പോൾ അവിടെ പ്രഷർ ഡ്രോപ്പ് ആവും. അങ്ങനെ ഏതൊക്കെ തരത്തിലാണോ പല സിറ്റുവേഷൻസിലും എന്ത് സംഭവിക്കാം? ലോസ് ഓഫ് ഹെഡ്. ആ എനർജി ലോസ് നമുക്ക് എന്താ വിളിക്കാം? ലോസ് ഓഫ് ഹെഡ്. ഇങ്ങനെ ലോസ് ഓഫ് ഹെഡ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് 25 മീറ്ററിലേക്ക് എത്തൂല. എത്ര മീറ്ററിലേക്ക് എത്തുള്ളൂ? ഒരു 23 മീറ്ററിലേക്ക് എത്തുള്ളൂ വിചാരിച്ചു, അല്ലേ? നമ്മൾ ആക്ച്വലി എത്ര മീറ്ററിലേക്കായിരുന്നു എത്തിക്കേണ്ടത്? 25 മീറ്ററിലേക്കായിരുന്നു എത്തിക്കേണ്ടിയിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എത്ര മീറ്ററിലേ എത്തുള്ളൂ? 23 മീറ്ററിലേ എത്തുള്ളൂ. ഇത് നമ്മൾ തിയററ്റിക്കലി കണ്ടുപിടിച്ചതാണ് 25 മീറ്റർ. പക്ഷെ ഇൻ ആക്ച്വൽ കേസസ് മീൻസ് ഈ നഷ്ടങ്ങളൊക്കെ കുറച്ച്. ഓക്കെ, ഇവിടെ 2 മീറ്റർ എന്താണ്? ഇവിടെ 2 മീറ്റർ നഷ്ടമാണ് നമുക്ക്. ആക്ച്വലി 25 മീറ്ററിലായിരുന്നു വേണ്ടത്, പക്ഷേ ലോസ് ഓഫ് ഹെഡ് 2 മീറ്ററാണ്. 2 മീറ്റർ നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എത്ര മീറ്ററിലേ എത്തുള്ളൂ? 23 മീറ്ററിലേ എത്തുള്ളൂ. ഈ 23 മീറ്ററാണ് മാനോമെട്രിക് ഹെഡ്. അപ്പോൾ ഒരു പമ്പിൻ്റെ ആക്ച്വൽ ഹെഡ് എന്ന് പറഞ്ഞാൽ അത് മാനോമെട്രിക് ഹെഡായിരിക്കും. കാരണം ഈ 25 മീറ്ററൊക്കെ നമ്മൾ തിയററ്റിക്കലി കണ്ടെത്തിയതായിരുന്നു. പക്ഷേ ഇത് ഈ ആക്ച്വൽ കേസിൽ, പ്രാക്ടിക്കൽ കേസിൽ അതിൻ്റെ ലോസസൊക്കെ ലോസസൊക്കെ മൈനസ് ചെയ്ത് വരുന്ന ഹെഡാണെന്ത്? മാനോമെട്രിക് ഹെഡ്. അതിൻ്റെ കോൺസെപ്റ്റ് അതാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ അതിൽ മാനോമെട്രിക് ഹെഡിൻ്റെ ഇക്വേഷൻ HM എന്നുള്ള ലെറ്റർ കൊണ്ടാണ് മാനോമെട്രിക് ഹെഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. HM ഈസ് ഈക്വൽ ടു ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു ദ പമ്പ്. അതായത് ഇമ്പല്ലർ വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലിക്വിഡിനെ ഉയരങ്ങളിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇമ്പല്ലർ ആക്ച്വലി ഉദ്ദേശിച്ചത് ഈ 25 മീറ്ററിലേക്ക് ലിക്വിഡ് എത്തിക്കാനായിരുന്നു. പക്ഷെ അവിടെ ലോസ് ഓഫ് ഹെഡ് ഉണ്ടാവും, മൈനസ് ലോസ് ഓഫ് ഹെഡ് ഇൻ ദ പമ്പിലെ ലോസ് ഓഫ് ഹെഡ് കുറച്ച് ഇമ്പല്ലർ എത്തേക്കാണ് ഉദ്ദേശിച്ചത്?
ഇമ്പല്ലർ ഉദ്ദേശിച്ചത് 25 മീറ്ററിലേക്ക് എത്തിക്കാനായിരുന്നു. ഓക്കെ, അതാണ് ഇവിടെ എന്ത് കൊടുത്തുള്ളത്, ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു ദ പമ്പ്. പക്ഷെ പമ്പിൽ ഒരുപാട് ലോസസ് ഉണ്ടാവും. ആ ലോസസ് ഒരു 3 മീറ്റർ ലോസസ് ഉണ്ട് വിചാരിച്ചോ. 3 മീറ്റർ ഹെഡിൽ എന്തുണ്ട്, ലോസസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ലിക്വിഡ് എത്തുന്ന ഹൈറ്റ് എത്ര ആയിരിക്കും, 25 3 പോയി കഴിഞ്ഞാൽ 22 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ 22 മീറ്റർ ആണ് ആക്ച്വലി എന്ത്, മാനോമെട്രിക് ഹെഡ്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എഫിഷ്യൻസീസ് ആണ്. സെൻട്രിഫ്യൂഗൽ പമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യക്ഷമതകൾ അല്ലേ. എഫിഷ്യൻസി ആണ് കാര്യക്ഷമത എന്നാണ്. ഈ എഫിഷ്യൻസീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിൽ ആദ്യത്തെ മനസ്സിലാക്കേണ്ടത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. അതായത് ഈ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നുള്ളതാണ് എഫിഷ്യൻസിയുടെ കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. എന്താ അതെന്ന് മനസ്സിലാവുന്നത്, ഇപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് തരികയാണ് ഒരു 90% തരികയാണ്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 90%. എന്താ മീനിങ്, നമ്മൾ ഈ ഒരു മെഷീൻ, ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പാന്ന് വിചാരിച്ചോ. ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിന് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത്ര ഉയരത്തിലേക്ക് ലിക്വിഡ് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. ഇത്ര പ്രഷറൈസ് ചെയ്തിട്ട് ലിക്വിഡ് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പ് കൊണ്ട്. അപ്പോൾ ആ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച അത്രയും എത്തുന്നില്ല, 90% എത്തുന്നുള്ളൂ. അവിടെ 10% നമുക്ക് നഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഏതൊരു മെഷീൻസിൻ്റെയും എഫിഷ്യൻസീസ് കണ്ടാൽ മനസ്സിലാക്കുക നമുക്ക് എത്രത്തോളം ആ പമ്പിൻ്റെ കാര്യക്ഷമത ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 80% എന്ന് വിചാരിച്ചു. എന്തിൻ്റെ അർത്ഥം, 20% അവിടെ നഷ്ടമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നഷ്ടങ്ങൾ, ഈ എഫിഷ്യൻസീസ്, നമുക്ക് എഫിഷ്യൻസി കണ്ടാൽ നമുക്ക് എത്രത്തോളം നമ്മുടെ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്, അവിടെ നഷ്ടങ്ങൾ കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഈ എഫിഷ്യൻസീസ് സെൻട്രിഫ്യൂഗൽ പമ്പിനെ പല ആസ്പെക്റ്റിൽ നമുക്ക് വിലയിരുത്താനുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു എഫിഷ്യൻസിയാണ് മാനോമെട്രിക് എഫിഷ്യൻസി. മാനോമെട്രിക് എഫിഷ്യൻസി പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ദ മാനോമെട്രിക് ഹെഡ് ടു ദ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു ദി വാട്ടർ ഈസ് നോൺ ആസ് മാനോമെട്രിക് എഫിഷ്യൻസി. നമുക്കതെങ്ങനെ എഴുതാം, മാനോമെട്രിക് ഹെഡ് ഡിവൈഡഡ് ബൈ ഹെഡ് ഇമ്പാർട്ടഡ് ഇമ്പല്ലർ ടു ദി വാട്ടർ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഹെഡ് ഇമ്പാർട്ടഡ് ബൈ ദ ഇമ്പല്ലർ ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക് ഇമ്പല്ലർ ഇമ്പാർട്ട് ചെയ്ത ഹെഡ് മീൻസ് ആ ഇമ്പല്ലർ കറങ്ങുന്നത് വെള്ളത്തിനെ ഇത്ര ഉയരത്തിലേക്ക് എത്തിക്കാനാണ്. ഓക്കെ, അത് നമുക്കൊരു ഉദാഹരണത്തിന് എത്ര എടുക്കാം, ഒരു 100 മീറ്റർ എടുക്കാം. എത്ര എടുക്കാം, 100 മീറ്റർ എടുക്കാം. ഇവിടെ മാനോമെട്രിക് ഹെഡ് ഒരു 70 മീറ്റർ എന്ന് വിചാരിച്ചു. ഒരു ഉദാഹരണ എക്സാമ്പിൾ ആട്ടോ പറയുന്നത്. അതായത് 100 മീറ്ററിന് ഒരുപാട് ഉയരമായി, എന്നിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ഒരു റൗണ്ട് ഫിഗർ എടുത്തുന്നുള്ളൂ. 100 മീറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്തത്. പക്ഷെ എത്തിയത് എവിടെയാണ്, 70 മീറ്ററിലാണ്. അപ്പോൾ ഇവിടുത്തെ എഫിഷ്യൻസി എത്ര വരിക, 70%. അപ്പോൾ മാനോമെട്രിക് എഫിഷ്യൻസി 70% എന്ന് പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കുക, ആ നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പല്ലർ കറങ്ങിയതിൻ്റെ 70% ഉയരത്തിലേക്ക് മാത്രമേ എത്തിയിട്ടുള്ളൂ. കാരണം നോക്കി, ഇമ്പല്ലർ കറങ്ങിയത് എത്ര മീറ്റർ എടുക്കുക, 100 മീറ്റർ എടുക്കുക. ഇതാണ് ഇൻപുട്ട്. പക്ഷെ എത്ര എത്തിയത്, 70 മീറ്ററിലാണ് എത്തിയത്. അതാണ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിൻ്റെ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ ഈ റേഷ്യോൻ്റെ കൂടെ ഒരു 100 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 70% കിട്ടും. അപ്പോൾ ഈ 70% ആണ് മീനിങ് എന്താ, നമ്മുടെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പല്ലർ കറങ്ങിയത് ഏതോ ഒരു ഉയരത്തിലേക്ക് എത്തിക്കാനായിരുന്നു. ആ ഉയരത്തിൻ്റെ 70% എത്തിയിട്ടുള്ളൂ. ഓക്കെ, 100 ആണെങ്കിൽ എത്ര എത്തിയിട്ടുണ്ടാവുള്ളൂ, 70 മീറ്റർ എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ മാനോമെട്രിക് എഫിഷ്യൻസി കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, എത്ര ഉയരത്തിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച ഉയരത്തിലേക്ക് ലിക്വിഡ് എത്തുന്നുണ്ടോ, ആ ഹെഡ് അറ്റൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാനോമെട്രിക് എഫിഷ്യൻസി നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത മെക്കാനിക്കൽ എഫിഷ്യൻസി. മെക്കാനിക്കൽ എഫിഷ്യൻസി പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് പവർ അറ്റ് ദ ഇമ്പല്ലർ ഡിവൈഡഡ് ബൈ പവർ അറ്റ് ദ ഷാഫ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇമ്പല്ലർ കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്താലേ പമ്പ് വർക്ക് ചെയ്യുള്ളൂ. ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് എപ്പോഴും ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ ഒരു വാല്യൂസ് എടുത്ത് കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പവർ അറ്റ് ദ ഷാഫ്റ്റ് മീൻസ്
ഇലക്ട്രിക് മോട്ടോറിൽ നിന്നും പമ്പിലേക്ക് കിട്ടുന്ന പവറാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പവറിൻ്റെ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഇമ്പല്ലർ കണക്ട് ചെയ്തിട്ടുള്ള ഷാഫ്റ്റിലേക്ക് ഒരു പവർ കൊടുക്കണം. ആ പവർ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുക? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡീസൽ എഞ്ചിൻ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ വെച്ച് കൊടുക്കും. നമ്മളെ വീട്ടിലൊക്കെ സ്വിച്ച് ഇട്ടാൽ മോട്ടർ കറങ്ങാറുണ്ട്. എന്തിനാണ് മോട്ടർ കറങ്ങുന്നത്? ഈ ഇമ്പല്ലറിൻ്റെ ഷാഫ്റ്റിലേക്കാണ് മോട്ടർ കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ മോട്ടർ കറങ്ങി കഴിഞ്ഞാൽ ഇമ്പല്ലറിൻ്റെ ഷാഫ്റ്റ് കറങ്ങും. ഇമ്പല്ലറിൻ്റെ ഷാഫ്റ്റ് കറങ്ങി കഴിഞ്ഞാൽ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. സോ ഇമ്പല്ലർ കറക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ ഇമ്പല്ലറിലേക്ക് കൊടുത്ത പവർ, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ 100 ഇവിടെ പവറാണ് 100 വാട്ടാണെന്ന് വിചാരിച്ചോ. 100 വാട്ടാണ്. പക്ഷേ അവിടെയും ലോസസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് നമ്മുടെ ഈ ഷാഫ്റ്റുകൾ തമ്മിലുള്ള ലിങ്കേജസ് ഒന്നും, അല്ലെങ്കിൽ അതിൻ്റെ കപ്ലിംഗ് ഒന്നും പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, ബെയറിംഗ് ഒന്നും സ്മൂത്തായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം? നഷ്ടങ്ങൾ സംഭവിക്കാം. ആ നഷ്ടം സംഭവിച്ചിട്ട് ആക്ച്വലി ഇമ്പല്ലറിലേക്ക് ഒരു 80 വാട്ട് എത്തുന്നുള്ളൂ വിചാരിച്ചു. 80 വാട്ട്. അപ്പോൾ 80/100 ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് 0.8 കിട്ടും. 0.8 × 100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പെർസെൻറ്റേജ് എത്ര വരിക? 80% ആയിരിക്കും. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി ഈറ്റ എം എന്ന് കൊടുക്കാം. ഇത് ഈറ്റ എന്നുള്ള ഒരു ടേമാണ്, ഗ്രീക്ക് ലെറ്ററാണ് ഈറ്റ. എം മീൻസ് മെക്കാനിക്കൽ എഫിഷ്യൻസി. ഇവിടെ ഈറ്റ മാൻ എന്ന് കൊടുത്താൽ മാനോമെട്രിക് എഫിഷ്യൻസി എന്നായിരുന്നു. ഇവിടെ മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 80% എന്ന് പറഞ്ഞാൽ എന്നതിൻ്റെ അർത്ഥം, നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിലൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ മോട്ടർ കറങ്ങുന്നതിൻ്റെ 80% പവർ മാത്രമേ എവിടെ എത്തുന്നുള്ളൂ? പമ്പിലെത്തുന്നുള്ളൂ. അപ്പോൾ 20% പവർ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നഷ്ടപ്പെടുന്നത് എവിടെയെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ കറക്ഷൻ വരുത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ നമുക്ക് സാധ്യമാവും. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി 80% എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കൊടുക്കുന്നതിൻ്റെ 80% മാത്രമേ അവിടെ എത്തുന്നുള്ളൂ. താഴെ ഔട്ട്പുട്ടായിരിക്കും, മുകളിൽ ഇൻപുട്ടായിരിക്കും. താഴെ ഇൻപുട്ടാണ് 100 വാട്ടാണ് കൊടുക്കുന്നത്, പക്ഷെ എത്ര എത്തുന്നുള്ളൂ? ഔട്ട്പുട്ട് എത്ര എത്തുന്നുള്ളൂ? 80 വാട്ട് എത്തുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത ഒരു എഫിഷ്യൻസിയാണ് ഓവറോൾ എഫിഷ്യൻസി. പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് ടു ദി പവർ ഇൻപുട്ട് ഓഫ് ദി പവർ ഔട്ട്പുട്ട് ഓഫ് ദ പമ്പ് ഇൻ കിലോ വാട്ട്. അതായത് ഈ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടോട്ടലി പമ്പിലേക്ക് എങ്ങനെ പറയാം? പമ്പിലേക്ക് എത്ര ഇൻപുട്ട് കൊടുക്കുന്നു, പമ്പിൽ നിന്ന് എത്ര ഔട്ട്പുട്ട് കൊടുക്കുന്നു. അതായത് ഈ മാനോമെട്രിക് എഫിഷ്യൻസിയും മെക്കാനിക്കൽ എഫിഷ്യൻസി എല്ലാം കൂട്ടിയിട്ടുള്ള എഫിഷ്യൻസിയാണെന്ത്? ഓവറോൾ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ അടയാളപ്പെടുത്താം? ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു, കൂടെ എഴുതാം, ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു മെക്കാനിക്കൽ എഫിഷ്യൻസി. അതായത് മാനോമെട്രിക് എഫിഷ്യൻസിയും മെക്കാനിക്കൽ എഫിഷ്യൻസിയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓവറോൾ എഫിഷ്യൻസി കിട്ടും. ഓവറോൾ എഫിഷ്യൻസി മീൻസ് മാനോമെട്രിക് എഫിഷ്യൻസിയും മെക്കാനിക്കൽ എഫിഷ്യൻസിയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എഫിഷ്യൻസിയാണ്. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 60% എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് എന്താ മനസ്സിലാകേണ്ടത്? പമ്പിലേക്ക് കൊടുക്കുന്ന പവർ, ആ പവറിൻ്റെ 60% മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ലിക്വിഡിലേക്ക് ചെല്ലുന്നുള്ളൂ. ഓക്കെ, ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്ത് ലിക്വിഡിലേക്ക് എത്ര ചെല്ലുന്നുള്ളൂ? 60% മാത്രമേ ചെല്ലുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, എഫിഷ്യൻസി കണ്ടാൽ നമ്മൾ എത്രയാണോ കൊടുത്തത് അതിൻ്റെ എത്രയാണോ അവിടെ ലഭിച്ചത് അത് മനസ്സിലാക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കും. അതായത് നമ്മൾ കൊടുത്തതിൻ്റെ അത്രയും അവിടെ എത്തുന്നുണ്ടോ, അതിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട ഈ എഫിഷ്യൻസീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഹെഡിനെ സംബന്ധിച്ചായിരുന്നു. അതിൽ ഒന്നാമത്തെ ഹെഡ് സക്ഷൻ ഹെഡാണ്, ദെൻ ഡെലിവറി ഹെഡ്, സ്റ്റാറ്റിക് ഹെഡ്, മാനോമെട്രിക് ഹെഡ്. ഹെഡ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? എഫിഷ്യൻസി ഡിസ്കസ് ചെയ്തു. മാനോമെട്രിക് എഫിഷ്യൻസി, മെക്കാനിക്കൽ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി, ഈ 3 കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഹെഡുകളും എഫിഷ്യൻസീസുകളും സെൻട്രിഫ്യൂഗൽ പമ്പ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.